എലമെന്റ്സ് ഓർ സ്റ്റേജസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് സിസ്റ്റംസ് അപ്രോച്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകണം, ഓക്കെ, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഓക്കെ, എന്നൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒരു സ്ഥലത്ത് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മളൊരു കാര്യം, ഒരു പർട്ടിക്കുലർ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ കൺജഷൻ ആവാം, അല്ലെങ്കിൽ യാത്രയെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള മൂവ്മെന്റിനെ സ്ലോ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങളുടെ എണ്ണം കാരണം ഒക്കെ ആവാം. എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് കൺജഷനോ, അല്ലെങ്കിൽ അതുപോലെ ആ ഫ്രീ ആയിട്ടുള്ള ആ ഒരു മൂവ്മെന്റിന് തടസ്സം ഉണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ട് ഒരു ഫെസിലിറ്റിയിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്, അല്ലെ? അങ്ങനെ നമ്മളൊരു പുതിയൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, റോഡോ, ഓക്കെ, അല്ലെങ്കിൽ ബൈപ്പാസുകളോ, ഓക്കെ, ഓവർ ബ്രിഡ്ജുകളോ എന്ത് ആയിക്കോട്ടെ, അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ആ ഒരു കാര്യം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ആ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ, ഓക്കെ, അതിന്റെ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളിൽ, ഓക്കെ, എന്തെല്ലാം കാര്യങ്ങൾ ഇൻവോൾവ് ആണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എലമെന്റ്സ് ഓർ സ്റ്റേജസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. ഓക്കെ, ആദ്യം തന്നെ ഇപ്പൊ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവരണം, ഒരു പർട്ടിക്കുലർ കാര്യം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് വൺ, ഇൻവെന്ററി, സർവേസ് ആൻഡ് അനാലിസിസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ എവിടെയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ചെയ്യാൻ പോകുന്നത്, ആ ഒരു ഏരിയയിൽ, ഓക്കെ, അവിടുത്തെ ഓരോ സ്ഥലങ്ങളും ആരുടെ പേരിലാണ്, ഇത്ര സ്ഥലങ്ങൾ നമുക്ക് അക്യൂർ ചെയ്യേണ്ടി വരും ഒരു ഫെസിലിറ്റി വരുവാണെങ്കിൽ, ഓക്കെ, അതായത് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വരും, എത്ര എമൗണ്ട് ചെലവാകും ആളുകളിൽ നിന്ന് മേടിക്കുമ്പോൾ, ഓക്കെ, അങ്ങനെ ഓരോ ആളുകളുടെ പേരിലുള്ള സ്ഥലങ്ങൾ, അത് അക്യൂർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കണം. അതുപോലെ ആളുകളിൽ നിന്ന് സർവേ ചെയ്തിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തെ പറ്റി നല്ല രീതിയിൽ പഠിക്കുകയും വേണം. ഓക്കെ, എന്താണ് ഇപ്പം അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വരേണ്ടതായിട്ടുള്ള ആവശ്യകത, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പം എന്ത് പ്രോബ്ലം കൊണ്ടാണ് നമ്മളിപ്പോ ഒരു ഫെസിലിറ്റി അവിടെ പ്ലാൻ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഒരു പുതിയ ഒരു ഫെസിലിറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യണം ആളുകളിൽ നിന്ന്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും കൈവശമുള്ള സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പം the survey and inventory start with the definition of study area and division of the area into smaller units called zones to study the pattern of movement. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ആ ഒരു ഏരിയ നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമ്മൾ തേർഡ് മൊഡ്യൂളിന്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഓക്കെ, നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പല സോണുകളായിട്ട് തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റഡി ഏരിയ ഡിഫൈൻ ചെയ്യുക, എവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ആളുകളിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ട ഏരിയ ഏതാണ്, അല്ലെങ്കിൽ ആ ഏരിയയിൽ ഇൻവോൾവ് ആവേണ്ട ആളുകളും, ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ബിൽഡിങ്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് സ്മോളർ യൂണിറ്റ്സ് ആയിട്ട്, അതായത് സോൺസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓരോ സോൺസിനും കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മളെ ലക്ഷ്യം എന്താണ്, ഓക്കെ, എന്ത് സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഫെസിലിറ്റി, പുതുതായിട്ടുള്ള ഒരു ഫെസിലിറ്റി പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ, ഓക്കെ, നമ്മളെ ലക്ഷ്യം എന്താണോ അത് സോഷ്യലി ആയാലും ലീഗലി ആയാലും ആസ്തറ്റിക്, അതിന്റെ ഭംഗിപരമായിട്ടും, ഓക്കെ, പൊളിറ്റിക്കലിയും, അതായത് ഇപ്പം നമ്മുടെ ഓരോ ഡിസ്ട്രിക്ട് വൈസ് ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അതിന്റെ ബൗണ്ടറീസ് പഞ്ചായത്ത് വൈസ് തിരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഇഷ്യൂകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. എക്കണോമിക്കൽ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഇപ്പൊ നമുക്ക് ആ ഒരു ഫെസിലിറ്റി പ്ലാൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ കറസ്പോണ്ടിങ് എക്കണോമിയുടെ അകത്ത്, ഓക്കെ, ആ ഒരു എത്രയാണോ എക്സ്പെൻസ് വരുന്നത്, ആ എക്സ്പെൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സ്പെൻസിന്റെ അകത്ത് നിൽക്കുന്ന തരത്തിലായിരിക്കണം. അതുപോലെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ചില കാര്യങ്ങളൊന്നും നമുക്ക് ടെക്നിക്കലി ഫീസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ടെക്നിക്കലി ആയാലും പൊളിറ്റിക്കലി ആയാലും ആസ്തറ്റിക്കലി ആയാലും ലീഗലി ആയാലും സോഷ്യലി ആയാലും എല്ലാം ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത്,
ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് എല്ലാം പ്രോപ്പർ ആണെന്ന് മനസ്സിലാക്കി ഓക്കെ അതെല്ലാം കൂടെ ഒന്നിച്ചാക്കി വേണം നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അത് ആ ഒരു ഗോളിലൂടെ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആ ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ ഗോളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന ആ ഗോൾ ഓക്കെ നമ്മളെ ലക്ഷ്യം എന്താണോ ഒരു പർട്ടിക്കുലർ കൺജഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അത് എല്ലാ കണ്ടീഷൻസിനെയും സോഷ്യൽ, ലീഗൽ, ആസ്തറ്റിക്, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ടെക്നിക്കൽ കൺസിഡറേഷനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യത്തിൽ വരുന്നത് നമ്മൾ ഓരോ ആളുകളുടെ കയ്യിലുള്ള സ്ഥലങ്ങളുടെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഒരു ഏരിയയിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എത്രമാത്രം സ്ഥലങ്ങൾ അക്വയർ ചെയ്യേണ്ടതായിട്ട് വരും, സർക്കാരിന്റെ കയ്യിൽ എത്ര സ്ഥലമുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എടുക്കണം. ആളുകളിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം, സർവേസ് കണ്ടക്ട് ചെയ്യണം. പലതരത്തിലുള്ള സർവേസ് ഉണ്ട്. അപ്പം ഡയറക്ട്ലി ആളുകളോട് നേരിട്ട് ചോദിച്ചിട്ടും അതുപോലെ റോഡ് സൈഡിൽ നിന്നിട്ടുള്ള പല ടൈപ്പ് സർവേസ് ഉണ്ട്. അതെല്ലാം നമ്മൾ തേർഡ് മൊഡ്യൂളിൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിലവിലുള്ള സാഹചര്യത്തിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു ബോധവും ആവശ്യമാണ്. ഓക്കെ, എന്താണ് അവിടുത്തെ നിലവിലുള്ള റീസൺ അല്ലെങ്കിൽ അവിടുത്തെ പ്രോബ്ലം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ആണ് നമ്മളെ ഉദ്ദേശം. ഓക്കെ, അവിടെ ഒരു പുതിയ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള മേഖലകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഓക്കെ, അതും കൂടെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് ഒന്നിപ്പിച്ച് എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് വേണം ആ ഒരു പ്ലാനിങ് പ്രോസസ്സുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ഇതാണ് സ്റ്റെപ്പ് വരുന്നത്, ഇൻവെന്ററി, സർവേസ് ആൻഡ് അനാലിസിസ് ഓഫ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്. രണ്ടാമത് നമ്മൾ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ നിലവിൽ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കും അല്ലെ, ആ ഒരു സ്ഥലത്ത് ഇത്രമാത്രം ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഉണ്ട്, എന്നാൽ ഭാവിയിൽ അത് എത്രമാത്രം കൂടാം. ഓക്കെ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിലുള്ള ഓക്കെ ഭാവിയിൽ എത്രമാത്രം എംപ്ലോയ്മെന്റ് കൂടാം. ഓക്കെ, ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ഓഫീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് വന്നു പോകുന്ന തരത്തിലുള്ള എന്തെങ്കിലും എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ ഭാവിയിൽ അത് ഇൻക്രീസ് ചെയ്യാം. അപ്പം വീണ്ടും കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരാൻ ഉള്ള സാഹചര്യം ഉണ്ട്. ഓക്കെ, ആളുകളുടെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ട്രിപ്പുകളുടെ എണ്ണം കൂടാം. ഓക്കെ, അതുപോലെ ലാൻഡ് യൂസിന്റെ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് ട്രിപ്പുകളുടെ എണ്ണം കൂടാം. അപ്പം അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ പോപ്പുലേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്, പ്രൊജക്റ്റഡ് ലാൻഡ് യൂസ്. ഓക്കെ, നോർമലി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ചെയ്യുന്നത് ഒരു 20 to 25 ഇയേഴ്സ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പ്ലാൻസ് ആർ ലോങ് റേഞ്ച് ഇൻ സ്കോപ്പ് and involve planning for 20 to 25 years ahead. It therefore becomes necessary to do predictions of travel pattern and needs for the future years. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വർഷത്തേക്ക് നമ്മൾ മുൻകൂട്ടി ചെയ്യുന്നത് കൊണ്ട് ഈ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ വരാവുന്ന ചേഞ്ചസ് ട്രാവലിലുള്ളതും അതുപോലെ തന്നെ അവിടെയുള്ള നിലവിലുള്ള സ്ഥലങ്ങളുടെ സാഹചര്യം, ഓക്കെ, ഏതൊക്കെ രീതിയിൽ ലാൻഡ് യൂസിൽ ചേഞ്ചസ് വരാം, അവിടുത്തെ പോപ്പുലേഷനിൽ ചേഞ്ചസ് വരാം, ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫോർകാസ്റ്റിംഗ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോർ ദ സ്റ്റഡി ഇയർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആൻഡ് ഡിഫിക്കൽട്ട് ഫേസ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് പ്രോസസ്. ഫ്യൂച്ചർ ലാൻഡ് യൂസ് പാറ്റേൺ നീഡ്സ് ടു ബി പ്രെഡിക്റ്റഡ് ഓൾസോ. അപ്പം എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്? കാരണം ഭാവിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. അതായത് എത്ര ഇപ്പൊ നമ്മൾ ഒരു ബേസ് ഇയർ ഉണ്ട്. ബേസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2024 ആണെങ്കിൽ 2024 ആയിരിക്കും ബേസ് ഇയർ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് സ്റ്റഡി ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വർഷത്തേക്കാണ്, ഇപ്പൊ 25 ഇയേഴ്സ് ആണെങ്കിൽ 2049 വരെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം, അതൊക്കെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ വരും എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. അതായത് ഭാവിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം, ഫ്യൂച്ചർ പോപ്പുലേഷൻ, എംപ്ലോയ്മെന്റ്, പ്രൊജക്റ്റഡ് ലാൻഡ് യൂസ്, അതുപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെ തരത്തിലുള്ളത് വരാം. ഓക്കെ, അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്നിരുന്നാലും
അത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ലാൻഡ് യൂസ് പാറ്റേൺ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതും പ്രെഡിക്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഭാവിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് എത്രമാത്രം ട്രിപ്സ് വരും, എത്രമാത്രം ട്രാവൽ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നൊക്കെ ബേസ് ചെയ്യുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസിനെയും ഫ്യൂച്ചർ ലാൻഡ് യൂസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. മൂന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം. അപ്പൊ വ്യക്തമായിട്ടും നമ്മൾ നിലവിലുള്ള പ്രോബ്ലവും അതുപോലെ തന്നെ വരാവുന്ന പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള സാഹചര്യം, അതായത് എന്താണ് നിലവിലുള്ള പ്രോബ്ലം എന്നുള്ളതും ഭാവിയിലുള്ള പ്രോബ്ലം എന്നുള്ളതും ഭാവിയിൽ വരാവുന്ന പ്രോബ്ലം. ഇപ്പൊ നമ്മളൊരു ഫെസിലിറ്റി പ്ലാൻ ചെയ്യാണ്, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ വരാവുന്ന പ്രോബ്ലവും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. One of the important stages in the preparation of transportation plan is the identification of transport problem for present and future. Therefore, the data collected from the primary survey and secondary sources are required to be analyzed for the present day conditions, for the base year traffic estimate, as well as for the future years on the basis of future traffic estimate to assess the nature and magnitude of traffic and transportation problem. These form the basis of evolving various transport alternatives to solve the traffic and transportation problem. അപ്പോൾ നമ്മൾ പല ഡാറ്റാസ് കളക്ട് ചെയ്യും അല്ലെ, ഡാറ്റാസ് പ്രൈമറി സർവേയിലൂടെ, അതായത് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചും അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂസ് നടത്തിയിട്ടും വഴിയിൽ നിന്നിട്ടും അതുപോലെ തന്നെ ക്യാമറ വെച്ചിട്ടെല്ലാം നമ്മൾ സർവേ ചെയ്യും. അതുപോലെ സെക്കൻഡറി സോഴ്സസ്, അതായത് നേരിട്ടല്ലാതെയുള്ള രീതിയിൽ ക്യാമറ വെച്ചിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ, ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്. അപ്പൊ ഏതെങ്കിലും രീതിയിലായിക്കോട്ടെ പ്രൈമറി സർവേ അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡാറ്റ കളക്ടഡ് ഫ്രം ദ പ്രൈമറി സർവേ ആൻഡ് സെക്കൻഡറി സോഴ്സസ് ആർ റിക്വയർഡ് ടു ബി അനലൈസ്ഡ് ഫോർ ദ പ്രസന്റ് ഡേ കണ്ടീഷൻസ്. ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിലും അതുപോലെ തന്നെ ഭാവിയിലുള്ള വർഷങ്ങളിലും നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ വരാവുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കൂടി അസസ് ചെയ്യണം. നിലവിലുള്ള ഡാറ്റ ഇപ്പൊ നിലവിൽ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിലവിലുള്ള പ്രോബ്ലവും നമ്മൾ ശരിക്കും നിലവിലുള്ള പ്രോബ്ലംസ് നമ്മൾ പഠിക്കണം. അതുപോലെ ഭാവിയിൽ വരാവുന്ന പ്രോബ്ലംസ് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന കുറെ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഈ ഒരു പോയിന്റിന്റെ മെയിൻ ഉദ്ദേശം. നിലവിലുള്ള പ്രോബ്ലം ഫ്യൂച്ചറിലുള്ള പ്രോബ്ലം നല്ല രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാം. അത് സർവേസിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള പ്രൈമറി ആയിക്കോട്ടെ സെക്കൻഡറി ആയിക്കോട്ടെ സർവേസിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ നിലവിലുള്ള സാഹചര്യം, അതുപോലെ തന്നെ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള വർഷത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഭാവിയിൽ വരാവുന്ന കാര്യങ്ങളും പ്രോപ്പറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവിടെ നിലവിൽ നമ്മൾ ആ ഫെസിലിറ്റി പ്ലാൻ ചെയ്താൽ വരാവുന്ന പ്രോബ്ലംസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ആ പ്രോബ്ലംസ് മനസ്സിലാക്കി അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത്, ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലംസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഫോർമുലേഷൻ ഓഫ് പ്രൊപ്പോസൽസ്. എ നമ്പർ ഓഫ് ട്രാൻസ്പോർട്ട് ആൾട്ടർനേറ്റീവ്സ് ബേസ്ഡ് ഓൺ the short term and long term programs are made as part of formulation of proposals. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കിയ പോയിന്റ്സ് എന്ന് പറയുന്ന, ആദ്യം നമ്മൾ സർവേ കണ്ടക്ട് ചെയ്തു. ഓരോ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തു, ആരുടെ പേരിലാണ്, നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഭാവിയിലുള്ള കാര്യങ്ങൾ, ഫ്യൂച്ചർ പോപ്പുലേഷൻ, എംപ്ലോയ്മെന്റ്, പ്രൊജക്റ്റഡ് ലാൻഡ് യൂസ് എല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ആ കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്ത് ഭാവിയിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പഠിക്കും. നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാവുന്ന പ്രോബ്ലവും ഐഡന്റിഫൈ ചെയ്ത് അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കും. അതിനുശേഷം ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പ്രൊപ്പോസൽസ് മുന്നോട്ട് വെക്കും, അല്ലെങ്കിൽ ഫോർമുലേഷൻ ഓഫ് പ്രൊപ്പോസൽസ്. പല രീതിയിൽ നമുക്ക് നിലവിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, ഇങ്ങനെയുള്ള റൂട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർപാസ് കൊടുക്കാം. എന്താണോ കാര്യങ്ങൾ, അത് അല്ലെങ്കിൽ ഉണ്ടാവാവുന്ന പ്രോബ്ലംസ് ആളുകളിൽ നിന്ന് സർവേ എടുത്തതിന്റെ ബേസിസിൽ, അതുപോലെ തന്നെ ഫ്യൂച്ചർ പോപ്പുലേഷന്റെയും ലാൻഡ് യൂസിന്റെയും ഒക്കെ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്പർ ഓഫ് പ്രൊപ്പോസൽസ് മുന്നോട്ട് വെക്കാം. പല ആളുകളിൽ നിന്നും
പല ഏജൻസീസിൽ നിന്നെല്ലാം എന്തൊക്കെയാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് എന്നുള്ളത് മുന്നോട്ട് വെക്കാം. ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടുള്ള പ്രൊപ്പോസൽസ് മുന്നോട്ട് വെക്കും. ഓക്കെ, എ നമ്പർ ഓഫ് ട്രാൻസ്പോർട്ട് ആൾട്ടർനേറ്റീവ്സ് ബേസ്ഡ് ഓൺ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം പ്രോഗ്രാംസ് ആർ മെയ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഫോർമുലേഷൻ ഓഫ് പ്രൊപ്പോസൽസ്. Further attempts are also made to estimate the impact of the recommended transport proposals on the transportation system. Okay, അപ്പം ഈ പ്രൊപ്പോസൽസിന്റെ ഒക്കെ ഇമ്പാക്ട് ഓക്കെ സ്റ്റഡി ചെയ്യും. ഓക്കെ, എന്തൊക്കെയായിരിക്കും ആ പ്രൊപ്പോസൽസ് എല്ലാം മുന്നോട്ട് വന്നാൽ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് അതുപോലെ തന്നെ എൻവയൺമെന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളും സ്റ്റഡി ചെയ്യും. ഇപ്പൊ നമ്മൾ പ്രൊപ്പോസൽസ് ഫോം ചെയ്യും, പല പ്രൊപ്പോസൽസ്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രൊപ്പോസൽസ് നമ്മൾ മുന്നോട്ട് വെക്കും. എന്നിട്ട് അതിനെയൊക്കെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ പഠിക്കും. ഓക്കെ, അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആ ഒരു പ്രൊപ്പോസൽ വന്നു കഴിഞ്ഞാൽ ഓരോന്നിനെ കുറിച്ച് പഠിക്കും. അതുപോലെ അത് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും എൻവയൺമെന്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും ഓക്കെ, എയർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇതില് പല പ്രൊപ്പോസൽസ് ഓക്കെ പ്രൊജക്ട് പ്രൊപ്പോസൽസ് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ അവിടെ നിലവിൽ ഉണ്ടാവാവുന്ന പ്രോബ്ലമോ അല്ലെങ്കിൽ നിലവിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള അല്ലെങ്കിൽ പല പ്രൊപ്പോസൽസ് ഓക്കെ, അതായത് ഈ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്താൽ അവിടെ ഓക്കെ ആയിരിക്കും, 20-25 വർഷത്തേക്ക് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും എന്നുള്ളതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഗോൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രൊപ്പോസൽസ് ഫോം ചെയ്യുക എന്നുള്ളതാണ് 4th സ്റ്റെപ്പിൽ വരുന്നത്. Evaluation of proposals. In an urban system, a number of alternative transport plans are evaluated so as to determine whether these are feasible for a given set of goals and policies. അപ്പം നമ്മൾ മുന്നത്തെ സ്റ്റെപ്പിൽ പ്രൊപ്പോസൽസ് ഫോർമുലേറ്റ് ചെയ്യായിരുന്നു അല്ലെ. ഇപ്പൊ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 പ്രൊപ്പോസൽസ് ഇപ്പം മുന്നോട്ട് വന്നു എന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ അകത്ത് നിന്ന് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ, നമ്മളെ ഗോൾസും പോളിസീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന തരത്തിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് പ്രൊപ്പോസൽസ്. In order to select the best from these, it is necessary to evaluate each of the alternatives as to how it fulfills the desired objectives. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഏറ്റവും നന്നായിട്ട് ഫുൾഫിൽ ചെയ്യുന്ന ഏത് പ്രൊപ്പോസലാന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ഓക്കെ ഓരോ പ്രൊപ്പോസൽസും നമ്മൾ ഇൻഡിവിജ്വലി സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പ്രകൃതിക്കോ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കൊന്നും ദോഷങ്ങൾ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ആ ഗോൾ ഏതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യുന്നത് ഇൻഡിവിജ്വലി എടുത്ത് സ്റ്റഡി ചെയ്യേണ്ടത് ആവശ്യമാണ്, ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അറ്റ് ദിസ് സ്റ്റേജ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ plays an important role to fine-tune the proposal by incorporating the rational decisions of stakeholders and people. അപ്പോൾ ഇതിൽ ആളുകളെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കും ഇവാലുവേഷനിൽ. ഓക്കെ, അപ്പോൾ അവരുടെ കാര്യങ്ങൾ, അവരാണല്ലോ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുണം അനുഭവിക്കേണ്ടത് അവരാണ്, ആളുകളാണ്. അപ്പം ഈ സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഓക്കെ, നമ്മൾ പുതിയ പ്രൊപ്പോസലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ആ പരിസരത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആളുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസലുമായിട്ടും പ്രൊപ്പോസൽ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇനി ഇൻ കേസ് ആളുകൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, അപ്പൊ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊപ്പോസലിൽ ഇപ്പൊ 4 ആണെങ്കിൽ ആ 4 അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വീണ്ടും ആളുകളിൽ നിന്ന് വീണ്ടും ഇപ്പം വന്നിട്ടുള്ള പ്രൊപ്പോസലിലുള്ള പ്രശ്നങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ആളുകളിൽ നിന്ന് വീണ്ടും അവരുടെ കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്ത് ഒരു പക്ഷേ റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അപ്പൊ വീണ്ടും ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പുതിയ പ്രൊപ്പോസൽസ് എല്ലാം വന്ന് വീണ്ടും ഇവാലുവേറ്റ് ചെയ്ത് അവരും കൂടി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് ആളുകളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരു കമ്മ്യൂണിറ്റിന്, ആ ആളുകളും കൂടി ഇതിൽ ഇൻവോൾവ് ആയി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സ്ഥലങ്ങൾ എല്ലാം കൈവശം വെച്ചിരിക്കുന്ന ആളുകളെല്ലാം ഇൻക്ലൂഡ് ആയി അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് പോകാനായിട്ട്
സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്യണം. അറ്റ് ദിസ് സ്റ്റേജ് ഇറ്റ് മേ ബി നെസസറി ടു റിവൈസ് ദ പ്ലാൻസ് ആൻഡ് ഗോ ബാക്ക് ടു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഡിസൈൻ ടു ഇവോൾവ് ഫർദർ ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ പുതുതായിട്ട് ഉള്ള പ്രപ്പോസൽസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ഇനീഷ്യൽ സ്റ്റേജ് തൊട്ടിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയ ഇൻവെന്ററി സർവേസ്, അനാലിസിസ് ഓഫ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എല്ലാം വീണ്ടും സ്റ്റഡി ചെയ്ത് ഈ ഡീറ്റെയിൽസ് ഫ്യൂച്ചർ പോപ്പുലേഷനിൽ ഇപ്പോൾ ആളുകൾ പറയാണ് ഭാവിയിൽ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൂടി വീണ്ടും നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുത്തി ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് അത് കൺസിഡർ ചെയ്യുമ്പം അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിലവിൽ വരാവുന്ന പ്രോബ്ലംസ് എല്ലാം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള പ്രപ്പോസൽസ് വീണ്ടും മുന്നോട്ട് വെച്ച് വീണ്ടും ഇവാലുവേറ്റ് ചെയ്ത ആളുകൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം അഡോപ്ഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോസൽ, ഓക്കെ, എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്ത് അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ആളുകളെല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഏത് പ്രൊപ്പോസൽ ആണോ അത് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, അത് സെലക്ട് ചെയ്യും, എന്നിട്ട് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് എത്ര സ്റ്റേജസ് ആയിട്ടാണ്? ഓക്കെ, the best alternative emerging from the evaluation study is selected for adoption and implementation. The stages in which the project is to be completed are decided with the consideration of financial resources. അപ്പോൾ നമുക്ക് വർക്കുകൾ പല സ്റ്റേജസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് തീർക്കാം. നമുക്ക് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഫുൾ പ്രൊജക്റ്റും കംപ്ലീറ്റ് ആക്കാം. ചിലപ്പം അത്രമാത്രം എമൗണ്ട് നമുക്കില്ല വർക്ക് ചെയ്യാനായിട്ടില്ലെങ്കിൽ, ഓരോ സാമ്പത്തിക വർഷത്തിലും നമുക്ക് അതിന് മാത്രം ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ ഒരു സ്റ്റേജ് വരെ, ഓക്കെ, ചിലപ്പോൾ അത് 2 or 3 സ്റ്റേജസ് ആയിട്ട് തിരിച്ച് ആദ്യത്തെ സ്റ്റേജിന് ഉള്ള ഫണ്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് ഇപ്പോൾ ഒരു അക്കാഡമിക് ഇയറിൽ കൺസ്ട്രക്ട് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജ് നെക്സ്റ്റ് അതിനുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് ചെയ്യും. അങ്ങനെ അതായത് എത്ര സ്റ്റേജസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊപ്പോസൽ നമുക്ക് സൈറ്റിൽ ചെയ്ത് തീർക്കണം എന്നുള്ളത് നമ്മൾ ഫൈനാൻഷ്യൽ റിസോഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, എമൗണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്, ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ഇല്ല, ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഇല്ലെങ്കിൽ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പല സ്റ്റേജസ് ആയിട്ടേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Okay, the necessary organization for handling the project is built up and work is executed. അപ്പോൾ ആരെ ഈ വർക്ക് ഏൽപ്പിക്കണം എന്നുള്ളതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് ചൂസ് ചെയ്തിട്ട് ഏൽപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പല രീതിയിൽ ഏൽപ്പിക്കാം, ടെൻഡർ ബേസിസിലും അങ്ങനെ പല രീതിയിൽ ചൂസ് ചെയ്യാം ആളുകളെ. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ്, പ്രോഗ്രാം അഡോപ്ഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നെക്സ്റ്റ് വൺ കണ്ടിന്യൂയിങ് സ്റ്റഡി. ഇപ്പൊ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കരുത്, അവിടെ കണ്ടിന്യൂ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം. കാരണം ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 25 വർഷത്തിലും അത് നമുക്ക് പ്ലാൻ ചെയ്താലും 25 വർഷവും നമുക്കത് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. കാരണം ആളുകളുടെ പോപ്പുലേഷൻ, ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്ത് കൂടുതൽ ആളുകൾ വന്ന് താമസിക്കുന്നു അല്ലെങ്കിൽ ലാൻഡ് യൂസിൽ ചേഞ്ച് വന്നാലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ 25 വർഷത്തിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ 6 or 7 വർഷം കൊണ്ട് തന്നെ ഒരു പക്ഷേ അവിടെ വീണ്ടും പഴയ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റഡി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ആസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ഇസ് എ ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ് പ്രോസസ്, എ പ്ലാൻ ക്യാൻ ബി മെയ്ഡ് സ്റ്റാറ്റിക്. Okay, the urban system and people inhabiting it are not deterministic and are governed by random behavior. Okay, urban system അവിടെയുള്ള ആളുകളും എപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. ഓക്കെ, കാരണം അവിടെ ആളുകൾ താമസിക്കുന്ന എണ്ണം കൂടാം, കൺസ്ട്രക്ഷൻസ് പുതിയത് വരാം. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഒരു പുതിയ ജോലി കൊടുക്കുന്ന ഒരു 1000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം അവിടെ വന്നു കഴിഞ്ഞാൽ 1000 പേരും ആ റൂട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യും. അപ്പം സഡൻ ആയിട്ടുള്ള ഒരു കൺജഷൻ വരാൻ അധികം സമയമൊന്നും വേണ്ട. ഓക്കെ, അപ്പം നിലവിലുള്ള സാഹചര്യം എപ്പോഴും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ചുറ്റുപാടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ എപ്പോഴും അവെയർ ആയിരിക്കണം. ഓക്കെ, കൺസിഡറബിൾ അൺസർട്ടനിറ്റി ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് സച്ച് സിസ്റ്റം. ടെക്നോളജി ആൻഡ് പ്രിഫറൻസസ് ഓഫ് പീപ്പിൾ മേ ചേഞ്ച്. അപ്പോൾ ആളുകളുടെ
പ്രിഫറൻസും ടെക്നോളജിയൊക്കെ ഓരോ വർഷത്തിലും അല്ലെങ്കിൽ ഓരോ സമയത്തിലും ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് therefore it always calls for updating the plan and programs as per the changing scenarios taking place from time to time with respect to intervention of future policies and technological needs. അപ്പം ഭാവിയിൽ ഇപ്പം ഒരു 10 വർഷം മുമ്പുള്ള ടെക്നോളജിയും കാര്യങ്ങളും അല്ല ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഭാവിയിൽ പുതിയ ടെക്നോളജീസ് വരാം. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന ഹൈവേസിലോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ നിലവിലുള്ള കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ചെയ്യണോ, ഓക്കെ, വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫെസിലിറ്റി ആയിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ പ്രോബ്ലംസും എല്ലാം എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. പോപ്പുലേഷനിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് ലാൻഡ് യൂസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതിനെ കുറിച്ചൊക്കെ എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ആളുകൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടും ഉണ്ട്. നെക്സ്റ്റ് വൺ, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ, ലാസ്റ്റ് സ്റ്റേജ് ആണ്. Since the transportation plans are essentially intended to serve the community and fulfill their aspirations, it is necessary to consult the affected people in the community and give them a voice in formulation of decisions. അപ്പോൾ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്ന ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യേണ്ടത് ആളുകളാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്നുള്ള ഡിസിഷൻസ് എപ്പോഴും അല്ലെങ്കിൽ ആളുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കണം. ഓക്കെ, ദ പോളിസീസ് ആൻഡ് ഗോൾസ് മേ നീഡ് ടു ബി റീഡിഫൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് സച്ച് കൺസൾട്ടേഷൻ. അപ്പം നമ്മൾ ആളുകളെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ടെക്നിക്കലി കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പക്ഷേ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ അവിടുത്തെ ആളുകളെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ചിലപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ആ ഒരു ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രയാസങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ആളുകളായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ പറയും ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാണ്, അവിടെ ഇപ്പൊ നിലവിൽ ഒരു ഇന്നൊരു കാര്യം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ അലൈൻ ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, അപ്പൊ വേറെ രീതിയിൽ പോകണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ടെക്നിക്കലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഓഫീസേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ആളുകളുടെ അഭിപ്രായങ്ങൾ ചിലപ്പം ഡിഫറെന്റ് ആയിരിക്കാം. അവർ ആ നാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്, അവിടുത്തെ കാര്യങ്ങളായിട്ട് ഏറ്റവും അറിയുന്നത് അവരാണ്. ഓക്കെ, അപ്പൊ അവരാണ് ഇത് ഉപയോഗിക്കേണ്ടതും. അപ്പൊ അവരുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. It is desirable that a relationship with the community is established right from the start, so that there will be a minimum of controversies and public criticism. ആളുകളിൽ നിന്ന് എപ്പോഴും കാര്യങ്ങൾ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ എപ്പോഴും അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, ഈ ഒരു പ്ലാനിങ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതോടെ തീർന്നില്ല. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞല്ലോ ആ സ്റ്റഡി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ആളുകളുമായിട്ടുള്ള കോണ്ടാക്ട് എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ആളുകളിൽ നിന്നുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഇപ്പം മാറ്റങ്ങൾ വരുന്നതിൽ അധികം ക്രിറ്റിസിസം ഒന്നും കേൾക്കാതെ ഓക്കെ മാക്സിമം അവരെ ഹാപ്പി ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പം ഇപ്പൊ ഒരു ഫെസിലിറ്റി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അത് എങ്ങനെയാണ് ആളുകൾക്ക് ആ ഒരു ഫെസിലിറ്റി ഉപകാരമായി വന്നോ, ഓക്കെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്തി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് പ്രോസസ്സിൽ വരുന്ന ഫ്ലോ ചാർട്ട് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാം. ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻവെന്ററി ആൻഡ് സർവേസ്, അല്ലെ, ആളുകളിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ സോണായിട്ട് തിരിച്ചിട്ട് ആ സോണിലുള്ള ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്ന ഫെസിലിറ്റി കടന്നു പോകുന്ന സ്ഥലങ്ങളും അതൊക്കെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ആരുടെ പേരിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ അനാലിസിസ്, അല്ലെ, നിലവിലുള്ള
സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് നിലവിലുള്ള സാഹചര്യം, അവിടുത്തെ പ്രോബ്ലം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എക്സിസ്റ്റിംഗ് കണ്ടീഷൻ നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യുക, സർവേസും ഇൻവെന്ററീസിന്റെ അകത്തുനിന്നൊക്കെ. മൂന്നാമത് എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ പോപ്പുലേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്, പ്രൊജക്റ്റഡ് ലാൻഡ് യൂസ്. ഫ്യൂച്ചർ പോപ്പുലേഷൻ, ഫ്യൂച്ചറിലുള്ള എംപ്ലോയ്മെന്റ്, ഫ്യൂച്ചറിലുള്ള ലാൻഡ് യൂസിലെ ചേഞ്ചസ് എല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം, മുൻകൂട്ടി കാണണം. ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലംസ്, അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ അവിടെയുള്ള പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ആ പ്രോബ്ലത്തിനനുസരിച്ച് അത് സൊല്യൂഷൻസ് ഫോർമുലേറ്റ് ചെയ്യാം. ഓക്കെ, പ്രപ്പോസൽസ്, പല രീതിയിലുള്ള പ്രപ്പോസൽസ് മുന്നോട്ട് വെക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രപ്പോസൽ ഏതാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അത് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യണം. അവിടുത്തെ കാര്യങ്ങൾ, നിലവിലുള്ള സാഹചര്യങ്ങളും ഇവിടെ വരുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്ത് പോകണം. ടെക്നോളജിക്കലി വരുന്ന മാറ്റങ്ങളും അതൊക്കെ നമുക്ക് ഇപ്പം മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ പീരീഡിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്ത് എന്തെങ്കിലും ടെക്നോളജിക്കൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആ ഫെസിലിറ്റിയിൽ കൊണ്ടുവരണമെങ്കിൽ അതെല്ലാം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഓരോ ലൊക്കാലിറ്റിയിലെയും സാഹചര്യങ്ങൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ അത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പോപ്പുലേഷൻ കൂടാം, പുതിയ എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ ഒക്കെ അതിലേക്കൊക്കെ ആളുകൾ കൂടുതലായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ട്രിപ്സ് നടത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി ലാസ്റ്റ് വൺ, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. അവിടെയുള്ള ആളുകൾ നിർബന്ധമായിട്ട് നമ്മൾ ഈ ഒരു പ്ലാനിങ് പ്രോസസ്സിലും അത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷവും നമ്മൾ ഉൾക്കൊള്ളിക്കണം. ആളുകളുമായിട്ടുള്ള കോണ്ടാക്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അവരാ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള പോരായ്മകളും കാര്യങ്ങളും ഒക്കെ അവർക്ക് പറയാനായിട്ട് പറ്റും. അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്താനും പോളിസീസിൽ ചേഞ്ചസ് വരുത്താനൊക്കെ സാധിക്കണം. നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ ഒരു കാര്യം പ്ലാൻ ചെയ്തു, ഒരു 10 വർഷത്തിന് ശേഷം 25 വർഷത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. എന്നാൽ 10 വർഷത്തിന് ശേഷം ആളുകൾ ചില പ്രോബ്ലംസ് വീണ്ടും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് ഒരു പക്ഷെ ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എപ്പോഴും അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എന്തെങ്കിലും നമുക്ക് വീണ്ടും പുതുതായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് വീണ്ടും, അതായത് അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വീണ്ടും ഇൻവെന്ററി ആൻഡ് സർവേസ് അങ്ങനെ വന്ന് വീണ്ടും അതൊരു സൈക്കിൾ പോലെ തന്നെ തുടരും. അതേപോലെ തന്നെ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും നമുക്ക് അല്ലെങ്കിൽ സ്റ്റഡീസിൽ നിന്ന് എൻവയറമെന്റൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യുന്ന തരത്തിൽ ആളുകളുടെയും പ്രകൃതിയുടെയും സേഫ്റ്റി എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതൊരു സൈക്കിൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ ഇന്റർനെറ്റ് ലൈഫ് പീരീഡിനുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ, ആളുകളിൽ നിന്ന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് ആ ഒരു വന്നിരിക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പുതുതായിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡാറ്റാസ് കളക്ട് ചെയ്ത് വീണ്ടും നമ്മൾ അത് കണ്ടിന്യൂ ഇപ്പം ഫോളോ ചെയ്തിട്ടുള്ള പ്രോസസ് എല്ലാം വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻവയറമെന്റൽ ഇഷ്യൂസ് വന്നാൽ എൻവയറമെന്റിനെയും ആളുകളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലും കൂടെ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ പുതിയൊരു കാര്യം വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. എക്കണോമിക്കൽ ഇഷ്യൂവും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ പുതിയ ഇപ്പൊ നിലവിൽ ആളുകളിൽ നിന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് വീണ്ടും നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതും കൂടി കണക്കിലെടുത്തിട്ട് വീണ്ടും ഇൻവെന്ററി സർവേസ്, എക്സിസ്റ്റിംഗ് കണ്ടീഷൻ അനാലിസിസ്, അങ്ങനെ ആ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരും.